ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ദൈവമായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ സ്നേഹം വളരെയധികം ഡീപ്പായിട്ടുള്ളതാണ്. വളരെ ഡീപ്പായിട്ടാണ് നമ്മളെ യേശു സ്നേഹിക്കുന്നത്, അല്ലേ? നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് കൈക്കൊള്ളുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ നടപ്പ് യേശുക്രിസ്തുവുമായിട്ടുള്ളത്. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലരെങ്കിലും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഓടി ഒളിക്കുന്നതിന് വേണ്ടി ലോകത്തിൽ അഭയം പ്രാപിക്കും, അല്ലെ? ഓടി ഒളിച്ചൂടെ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നതിന് വേണ്ടി ലോകത്തിൽ അഭയം പ്രാപിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ചിലരാകട്ടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴും ദൈവത്തിലേക്ക് അഭയം പ്രാപിക്കും, അല്ലെ? ദൈവത്തിലായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾ രക്ഷപ്പെടും, അല്ലെ? മറ്റുള്ളവർ എന്ത് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന വ്യക്തികൾ അവര് നാശത്തിലേക്ക് നടന്ന് അടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, ഒരു ടച്ച് യേശുവിൽ നിന്ന്, ഒരു സ്പർശനം, അവനിൽ നിന്നുള്ളൊരു സ്പർശനം, അത് നമ്മുടെ സകല പ്രശ്നത്തെ മാറ്റുകയും സകല പ്രശ്നത്തിനുള്ള പരിഹാരം ഉണ്ടായി നമ്മളെ തിരിച്ച് അവനിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും, അല്ലെ? നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് വായിക്കുമ്പോൾ 24ാമത്തെ ചാപ്റ്റർ നമുക്ക് യേശുവിന്റെ 2 ശിഷ്യന്മാരെ കാണാൻ പറ്റും. അപ്പോസ്തലന്മാരെ പറ്റിയല്ല പറയുന്നത്, 2 ശിഷ്യന്മാര്. ഏമോസ് അല്ലെങ്കിൽ എമവോസ് എന്നുള്ള, അല്ലെ? എമവോസ് അങ്ങനെയല്ല പറയുന്നത്, മലയാളത്തിൽ പറയുമ്പോൾ എമവൂസ് എന്ന വില്ലേജിലേക്ക് നടന്നു കൊണ്ടിരുന്ന 2 ശിഷ്യന്മാര്. അവരവിടെ പോയത് അവരുടെ സങ്കടത്തിന്റെ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി, ഡിസപ്പോയിന്റ്മെന്റിൽ ഡിസ്കറേജ്മെന്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി. അങ്ങനെ നമ്മൾ പലരും ചെയ്തിട്ടുണ്ട്, അല്ലെ? ഇനി പലരും ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ ആ റൂട്ട് ശരിയല്ല എന്ന് മനസ്സിലാക്കിയ ദൈവം യേശുക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു. അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കുള്ളത്. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കാം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു. കർത്താവിന്റെ വചനത്തായിട്ട് നന്ദി പറയുന്നു. എന്നും ഏത് സിറ്റുവേഷനിലും കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾക്കൊന്നിനെ ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല കർത്താവ്. ഒരു ഡിസപ്പോയിന്റ്മെന്റും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട കാര്യവുമില്ല. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങ് ഞങ്ങളുടെ കൂട്ടാളിയായിട്ടുണ്ട്. എന്നും ഞങ്ങളുടെ ആട്ടിടേണ്ട അങ്ങ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. യേശു നാമത്തിൽ ഇന്ന് സംസാരിക്കണമേ ഹോളി സ്പിരിറ്റ് ഗോഡ്. എക്സ്പ്ലെയിൻ ചെയ്തതാണ് യേശു നാമത്തിൽ. ആമേൻ. ലൂക്കോസിലേക്ക് പോകാൻ നമുക്കിന്ന് 24ാമത്തെ ചാപ്റ്ററിന്റെ 13 തൊട്ട് 35 വരെയുള്ള വാക്കുകൾ. ലൂക്കോസിന്റെ 24ന്റെ 13 തൊട്ട് 35 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരെയുള്ള എമവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയിൽ. അന്ന് തന്നെ എന്ന് പറയുമ്പോൾ ആഴ്ചവട്ടത്തിന്റെ ആദ്യത്തെ ദിവസം, 3ാമത്തെ ദിവസം, യേശുവിന്റെ ക്രൂസിഫിക്ഷൻ കഴിഞ്ഞിട്ട്, അടക്കം കഴിഞ്ഞിട്ട്, മഗ്ദലനക്കാരിയായിട്ട് മേരിയും പിന്നെ വേറെ കുറച്ച് സ്ത്രീകളും, അല്ലെ, അവര് ചെന്ന് കല്ലറകൾ നോക്കുമ്പോൾ ജോണിൽ പറഞ്ഞിരിക്കുന്ന മേരി മാത്രം ചെന്നാണ്. പക്ഷെ ഇവിടെ വേറെ കുറച്ച് സ്ത്രീകളോട് പറ്റി പറഞ്ഞിട്ടുണ്ട്. അവര് എനിവേ ചെന്ന് നോക്കുമ്പോൾ കല്ലറയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. പക്ഷെ യേശുവിന്റെ ബോഡി അവിടെ ഇല്ല. പക്ഷെ അപ്പൊ അവർ നോക്കുമ്പോൾ അവർക്കൊരു വിഷൻ കിട്ടുന്നു, ഏഞ്ചൽസിന്റെ വിഷൻ കിട്ടുന്നു. അപ്പൊ ഏഞ്ചൽ ഇങ്ങനെ പറയുന്നു, ഇവിടെ മരിച്ചവരെ മരിച്ചവരുടെ ഇടയിലും ജീവിച്ചിരിക്കുന്നവനെ എന്താണ് നിങ്ങൾ നോക്കുന്നത്, അല്ലെ? അവന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ആ വാക്കുകൾ അവര് വിശ്വസിച്ചു. അവര് വന്ന് അപ്പോസ്തലന്മാരോട് പറഞ്ഞു കഴിയുമ്പോൾ, ശിഷ്യന്മാരോട് പറയുമ്പോൾ അവരത് വിശ്വസിക്കാൻ പോകുന്നില്ല. അതേ സെയിം ഡേയിൽ തന്നെ, അല്ലെ, 3ാമത്തെ റിസറക്ഷന്റെ ദിവസം തന്നെ ഇവര് ഈ 2 ശിഷ്യന്മാര് ഇവര് ജെറുസലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുന്നു. അപ്പൊ എമവൂസ് എന്ന ഗ്രാമത്തിന്റെ പേരിന്റെ അർത്ഥം, ഇംഗ്ലീഷ് അർത്ഥം എന്താന്ന് വെച്ചാൽ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാല് നല്ല ചൂട് വെള്ളം ഉണ്ടാകുന്ന അരുവി അല്ലെങ്കിൽ ഉറവ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും അല്ലെങ്കിൽ പിന്നെ തായ്വാനിലൊക്കെ ഉണ്ട് ഇതുപോലത്തെ സ്ഥലങ്ങള്. നല്ല ചൂട് ചൂട് വെള്ളം വരുന്ന സ്ഥലങ്ങൾ, എന്താ പറയുന്നെ, ഈ കുളങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഉറവകളുണ്ട്. അവിടുത്തെ നല്ല വെള്ളം വരുന്നുണ്ടിരിക്കും. അപ്പൊ ഇത് അവിടെ ഇങ്ങനെ ലക്ഷറി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കെട്ടി, റിസോർട്ടുകളൊക്കെ കെട്ടി ആൾക്കാരിങ്ങനെ അത് വലിയ റിസോർട്ടുകളൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആൾക്കാർ വരും, ടൂറിസത്തിനൊക്കെ വരുന്നു. അങ്ങനെയൊക്കെ ഒരു ഗെറ്റ് അവേ, അല്ലെ? ഒരു എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ ഇത് കാണിക്കുന്നത് ലോകത്തെയാണ് കാണിക്കുന്നത്, അല്ലെ? ലോകത്തിന്റെ പരമായിട്ടുള്ള ഒരു ഫൺ നൈറ്റിനായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ആയിട്ട്. ഇത് ഹോട്ട് സ്പ്രിംഗ് എന്നുള്ള പേരാണ് ഈ ഏമോസ് എന്ന് പറഞ്ഞാല്.
അതിന്റെ മീനിങ് ശരിക്കും പറഞ്ഞാല് എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ശിഷ്യന്മാര് അപ്പൊ നമുക്ക് താഴേക്ക് വായിക്കുമ്പോൾ കാണാൻ പറ്റും ഇവര് സങ്കടത്തിലാണ് അല്ലെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് ഇവർക്ക് സങ്കടത്തിലാണ് ഇവരപ്പോ രക്ഷപ്പെടുന്നതിന് വേണ്ടി ആ സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇവര് ഈ വില്ലേജിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ജെറുസലേമിൽ നിന്ന് 7 നാഴിക ദൂരെയുള്ള ഈ വില്ലേജിലേക്ക് ഇവർ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന റോങ് ആയിട്ട് ഡയറക്ഷനിലാണ്. ജെറുസലേം എന്ന് പറയുമ്പോൾ രാജാവിന്റെ നഗരം, യേശു എന്ന രാജാവിന്റെ നഗരം അല്ലെ. അവൻ വരുന്നത് അവിടേക്ക് തന്നെയാണ്. അവിടെ നിന്നാണ് ഭരിക്കാൻ പോകുന്നത്, സയോണിൽ നിന്നാണ് ഭരിക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ ആയിരിക്കണം നമ്മള്, ഹെവൻലി ജെറുസലേമിലായിരിക്കണം നമ്മള്. അപ്പൊ അതിന് പകരമായിട്ട് ഇവര് പോയിക്കൊണ്ടിരിക്കുന്ന ഹോട്ട് സ്പ്രിങ്ങിലേക്കാണ് പോകുന്നത്. വെച്ചാൽ റോങ് ആയിട്ട് ഡയറക്ഷനിൽ ഇവര് ട്രാവൽ ചെയ്യുന്നത്. അവരുടെ പെയിൻ നിന്ന്, അവരുടെ ഡിസപ്പോയിന്റ്മെന്റ്, അവരുടെ വ്യാകുലതയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി. ഇനി 14ാമത്തെ വാക്ക്, ഈ സംഭവിച്ചതിനെ കുറിച്ച് ഒക്കെ തമ്മിൽ സംസാരിച്ചുകൊണ്ട്. അപ്പൊ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുമല്ലോ, ഡിസ്കസ് ചെയ്യുമല്ലോ അല്ലെ. അപ്പൊ അവരങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. സംസാരിച്ച് തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്നു അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാത്തവണ്ണം അവരുടെ കണ്ണുകൾ നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. അപ്പോ ഇവര് വാടിയ മുഖത്തോടെ നിൽക്കുന്ന വ്യക്തികൾ, ഇവർ സങ്കടത്തോടെ നിൽക്കുന്ന വ്യക്തികൾ, ഇവര് ഡിസപ്പോയിന്റഡ് ആയിരുന്നു, ഇവര് ഡിസ്കറേജ്ഡ് ആയിരുന്നു അല്ലെ. അവർക്കുണ്ടായിരുന്ന പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്ന വ്യക്തികളായിരുന്നു അല്ലെ. അവർ ഇത്രയും നാളും വിചാരിച്ചിരുന്ന കാര്യങ്ങൾ അവരുടെ രീതിയിലല്ല സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം എന്താ പറയുക, സങ്കടത്തിൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ യേശു അവരോടൊപ്പം ചേർന്നിട്ട് ചോദിക്കുക അല്ലെ, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന കാര്യം എന്ത് എന്ന് ചോദിച്ചു. ദൈവം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കൂടെ, നിങ്ങൾ വഴി നടന്നുകൊണ്ട് വാദിക്കുന്ന കാര്യം എന്താണ്. അപ്പൊ ഇവിടെ ഇനി അടുത്ത വാക്കൂടെ വായിച്ചിട്ട് പറയാം ബാക്കി. ക്ലിയോപ്പാവ് എന്ന പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. യെരുശലേമില് ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിങ്ങനെ, നീ മാത്രമാണ് പരദേശിയായിട്ടുള്ളത്, നിനക്ക് മാത്രമേ കാര്യം മനസ്സിലാക്കാതിരുന്നിട്ടുള്ളൂ, യെരുശലേമിൽ നടക്കുന്ന കാര്യത്തെപ്പറ്റി നീ മാത്രം അറിയാതിരുന്നിട്ടുള്ളൂ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ 19ാമത്തെ വാക്കിൽ ദൈവം ഇങ്ങനെ ചോദിക്കുക, യേശുക്രിസ്തു ഇങ്ങനെ ചോദിക്കുക, ഏത് കാര്യം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് ഉത്തരം പറഞ്ഞു. യേശുക്രിസ്തു 2 ക്വസ്റ്റ്യൻ ചോദിക്കും ഇവിടെ. എന്ത് കാര്യത്തെപ്പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്, എന്താണ് അവിടെ നടന്നത്, ഏത് കാര്യത്തെപ്പറ്റി നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, യേശുക്രിസ്തുവിനെ അറിയാതിരിക്കുവോ? ക്രൂശിതനാകപ്പെട്ടത് യേശുക്രിസ്തു തന്നെയല്ലേ അല്ലെ. താനാണ് ക്രൂശിതനാകപ്പെട്ടത്, താനാണ് ഉയർത്തുന്നത്, താൻ തന്നെയാണ് ഹെല്ലിൽ പോയിട്ട്, പാതാളത്തിൽ പോയി അവിടുത്തെ മരണത്തിന്റെയും എന്താ പറയുന്നത്, ഹേഡീസിന്റെയും കീ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് താൻ തന്നെയാണ്. പിന്നെ എന്തിനാണ് യേശുക്രിസ്തു ചോദ്യം ചോദിക്കുന്നത്? ദൈവം ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ്, ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് നമ്മളിൽ നിന്ന് ഉത്തരം കിട്ടുന്നതിന് വേണ്ടിയല്ല, ദൈവത്തിന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതിന് വേണ്ടിയാണ്. നമ്മളോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തന്നെ ഇതാണ്, നമുക്ക് കാര്യം പിടികിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾക്ക് കാര്യം പിടികിട്ടിയിട്ടില്ല എന്ന് ദൈവത്തിന് മനസ്സിലാകുമ്പോൾ, നമുക്ക് കാര്യം പിടികിട്ടാത്തതുകൊണ്ട് നമ്മൾ റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മനസ്സിലാകുമ്പോൾ ദൈവം നമ്മളോട് ചോദ്യം ചോദിക്കുന്നു അല്ലെ. ഇവരോട് അങ്ങനെ ചോദിച്ചു, എന്ത് കാര്യത്തെപ്പറ്റി നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, എന്താണ് നടന്നത് അല്ലെ എന്നതിനെ പറ്റി ചോദിക്കുക. അപ്പൊ അത് തന്നെ കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് നടന്നതിനെ പറ്റി എന്നുള്ള ഒരു കാര്യം, ഒരു ബോധ്യം ഇവർക്കില്ല, അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, എവിടെ എന്താണ് നടന്നുള്ള കാര്യത്തെപ്പറ്റി അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഇതേപോലത്തെ ഒരു ചോദ്യം പ്രവാചകൻ എസക്കിയലിനോട് ദൈവം ചോദിക്കുന്നുണ്ട്. മനുഷ്യപുത്ര അല്ലെ, സൺ ഓഫ് മാൻ, മനുഷ്യപുത്ര, ഈ ഡ്രൈ ബോണുകൾ, ഈ ഉണങ്ങി വരണ്ടു കിടക്കുന്ന എല്ലുകൾ, അതിന് ജീവൻ വെക്കുമോ? എസക്കിയലിന് ബുദ്ധി ഉണ്ടായിരുന്നു. എസക്കിയൽ പറഞ്ഞില്ല ഇങ്ങനെ. നമ്മളാണെങ്കിൽ മിക്കവാറും ആരെങ്കിലൊക്കെയാണ് പറഞ്ഞത്, എന്റെ കർത്താവേ അതെന്തൊരു ചോദിക്കുന്നത്, ഇതിന് ഇനി ജീവൻ വെക്കാൻ പോകുന്നില്ല, ഇത് എല്ലാം ഇല്ലേ, ഇത് ചുമ്മാ ഫോസ്ഫറസും കാൽസ്യം പൊട്ടാസ്യം അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ, അതിന് ജീവൻ വെക്കുന്നതാണ് ദൈവത്തിന്റെ വിചാരം. ആ ഒരു ചോദ്യം നമ്മളാണ് ചോദിച്ചാണ് അല്ലെ. നമ്മൾ പറഞ്ഞാൽ അത് അങ്ങനെ നടക്കാൻ പോകുന്ന കാര്യമില്ല, അത് ജീവൻ വെക്കാൻ പോകുന്നില്ല. അതായിരുന്നു നമ്മുടെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതി. പക്ഷെ എസക്കിയൽ അങ്ങനെയായിരുന്നില്ല. എസക്കിയൽ സ്മാർട്ടായിരുന്നു. എസക്കിയൽ പറഞ്ഞെന്ന് അറിയോ, ദൈവമേ അങ്ങേക്ക് മാത്രം അറിയത്തുള്ളൂ, ദൈവത്തിന്റെ
സ്വഭാവം അറിയാവുന്ന, ദൈവത്തിന്റെ കഴിവുകളെ പറ്റി നല്ല ബോധ്യമുള്ള എസെക്കിയേൽ പറഞ്ഞത്, ദൈവമേ അങ്ങയ്ക്ക് മാത്രം അറിയത്തുള്ളൂ ഇതിന് ജീവൻ വെക്കുമല്ലോ എന്ന്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേ അതിന് ജീവൻ വെക്കുകയാണെങ്കിൽ അതിന് ജീവൻ വെക്കും, അങ്ങേ ഇതിന് ജീവൻ കൊടുത്തില്ല ഇതിന് ജീവൻ വെക്കാൻ പോകുന്നില്ല അല്ലെ. അപ്പൊ ദൈവമേ അങ്ങയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആ ഒരു ആറ്റിറ്റ്യൂഡ് എസെക്കിയേൽ എടുത്തത്. ഇവിടെയുള്ള ആൾക്കാർ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും. ഇവര് ഇനി എക്സ്പ്ലെയിൻ നമ്മളാണ് പറയാ ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമില്ല ദൈവമേ, അതിന് ഒരു കാലത്തും ജീവൻ വെക്കാൻ പോകുന്നില്ല അല്ലെ. ആ ഡ്രൈ ബോൺസിന്, ആ ഉണങ്ങി വരണ്ട് പൊടിയാറായി കിടക്കുന്ന ആ എല്ലുകൾക്ക് അതിന് ജീവൻ വെക്കാനേ പോകുന്നില്ല അല്ലെ. അതായിരിക്കും നമ്മുടെ എക്സ്പ്ലനേഷൻ. ഇവിടെ എന്താ പറയുന്നത്, ഈ ശിഷ്യന്മാർ ഇങ്ങനെ പറയുക, 19 വാക്യം, ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറേയനായ യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദൈവത്തിന് മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറേയക്കാരനായ യേശുക്രിസ്തു അല്ലെ. നസറേയക്കാരനായ യേശുക്രിസ്തു പ്രവാചകനാണ് അല്ലെ. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, നസറേയനായ യേശുക്രിസ്തുവിനെ പറ്റി അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അവരുടെ കണ്ണിൽ നസറേയനായ യേശുക്രിസ്തു ഒരു പ്രവാചകൻ മാത്രമാണ്, നസറേയനായ യേശുക്രിസ്തു ഒരു മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു നസറേയനായ യേശുക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മനുഷ്യരൂപം അതിനെപ്പറ്റി മാത്രമേ അവർക്ക് മനസ്സിലാക്കുന്നത്, അതിനെപ്പറ്റി മാത്രമേ അവര് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് കാര്യം പിടികിട്ടും, അവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല അല്ലെ. യേശുക്രിസ്തു ആരെന്നുള്ള കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ ഇവരിങ്ങനെ പറയുക, എന്താ പറയുക, ദൈവത്തിനും സകല ജനത്തിനും മുമ്പേ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറേയനായ യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെ. യേശുക്രിസ്തു പ്രവാചകനാണോ? തീർച്ചയായിട്ടും പ്രവാചകനാണ് അല്ലെ. ദൈവമാണ് യേശുക്രിസ്തു. ഏറ്റവും വലിയ പ്രവാചകൻ ദൈവമാണ്. ഏറ്റവും വലിയ ടീച്ചർ ദൈവം തന്നെയാണ്. ഏറ്റവും വലിയ ഹീലർ, ഡോക്ടർ ദൈവം തന്നെയാണ്. ഏറ്റവും വലിയ ഡെലിവറർ ദൈവം തന്നെയാണ്. ഏറ്റവും വലിയ സഹായി ദൈവം തന്നെയാണ്. ഏറ്റവും വലിയ കൂട്ടാളി ദൈവം തന്നെയാണ്. ഏറ്റവും വലിയ ഫ്രണ്ട് അല്ലെ, ഏറ്റവും വലിയ പിതാവ്, ഏറ്റവും വലിയ മാതാവ്, ഏറ്റവും വലിയ ആള് അല്ലെ, നമുക്ക് പ്രൊവൈഡ് ചെയ്ത് നമുക്ക് ഭക്ഷണം തരുന്നവൻ അവൻ ദൈവം തന്നെയാണ്. എല്ലാം ദൈവമാണ്. ഏറ്റവും വലിയ പ്രവാചകനും അവൻ തന്നെയാണ്. മുസ്ലിങ്ങൾ പറയുന്ന പോലുള്ള പ്രവാചകനല്ല യേശുക്രിസ്തു. അവരുടെ തോന്നിയ ഇഷ്ടത്തിന് യേശുക്രിസ്തുവിനെ വെറും ഒരു പ്രവാചകനാക്കി കണക്ക് കൂട്ടി വെച്ചിരിക്കുക. വെറുമൊരു പ്രവാചകനല്ല യേശുക്രിസ്തു. അവൻ ദൈവമാണ്. അവൻ മാത്രമാണ് ദൈവം. വേറൊരു ദൈവമില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. അവരുടെ ഫങ്ഷൻസ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് ആണ് എന്നേ ഉള്ളൂ. അല്ലാതെ അവരുടെ എസെൻസ് ഒന്നാണ്. അവരുടെ ആത്മാവ് ഒന്നാണ്. പിതാവിന്റെയും പുത്രന്റെയും ആത്മാവ് തന്നെയാണ് ഹോളി സ്പിരിറ്റ് ഗോഡ്. ഒരാത്മാവുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അവര് 3 പേരും ഒന്നാണ്. യേശുക്രിസ്തു വെറും ഒരു പ്രവാചകൻ മാത്രമല്ല. മുസ്ലിങ്ങൾക്ക് അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം അല്ലെ, എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ അതൊന്നും സത്യമായിരിക്കണമെന്ന് നിർബന്ധമില്ല അല്ലെ. ഇനി ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുക, നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവേദിക്ക് ഏൽപ്പിച്ചു ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വിടുവിക്കുവാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് 3 നാൾ ആകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങിവന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുവോ, ഞങ്ങള് ജീസസ് ക്രൈസ്റ്റ് നാസറേക്കാരൻ യേശുവിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹമായിരുന്നെങ്കിൽ നല്ലൊരു പ്രവാചകൻ അല്ലെ. ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിൽ മൈറ്റി ആയിട്ട് ഉള്ള വാക്കും ഡീഡ്സും അല്ലെ, പ്രവൃത്തിയും അല്ലെ ഉണ്ടായിരുന്ന മിറക്കിൾസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു പ്രവാചകൻ. ആ പ്രവാചകനാണ് ജെറുസലേമിനെ വിടുവിക്കാൻ പോകുന്നത്, മെസ്സയായിട്ട് വരാൻ പോകുന്നതൊക്കെ ഞങ്ങളിങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ അതൊന്നുമല്ല കാര്യം. അദ്ദേഹത്തെ പരീശന്മാരും ശാസ്ത്രിമാരും അല്ലെ, ചീഫ് പ്രീസ്റ്റ് എല്ലാം കൂടി കൊന്നു, എന്നിട്ട് അടക്കം ചെയ്തു. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന കുറെ സ്ത്രീകൾ അവര് ചെന്ന് നോക്കുമ്പോ ആഴ്ചവട്ടത്തിന്റെ ആദ്യ ദിവസം നോക്കുമ്പോ കല്ലറ മാറിയിരിപ്പുണ്ട്. അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ
ജീസസിന്റെ ശരീരം അവിടെ ഇല്ല. പക്ഷേ അവർക്ക് ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായി എന്ന് പറയുന്നു. ഏഞ്ചൽ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറയുന്നു അല്ലെ, അവൻ ഉയർത്തെഴുന്നേറ്റെന്ന്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന്. അപ്പൊ അത് കേട്ടിട്ട് ഞങ്ങളിൽ പെട്ടിട്ടുള്ള കുറെ ആളുകള് ചെന്ന് നോക്കുമ്പോ കല്ലറ തുറന്നു കിടപ്പുണ്ട്, പക്ഷെ അവനെ കാണുന്നില്ല അല്ലെ. അപ്പൊ ഇവരുടെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഇങ്ങനെ പറയുക അല്ലെ, ഇത്രയും ഒരു സിറ്റുവേഷൻ കൂടി ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നേതാവായെന്ന് വിചാരിച്ച ആള് മരിച്ചത് തന്നെയല്ല, ഉയർത്തെഴുന്നേക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നോക്കും ഇപ്പൊ ശരീരം പോലും കാണുന്നില്ല അല്ലെ. ഞങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടി ആയിട്ടുള്ള പരീശന്മാർ സദുശീസും കൂടെ ഞങ്ങളുടെ ലീഡറിനെ കൊന്നിരിക്കുന്നു. ഞങ്ങളുടെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇനിയിപ്പോ ഉള്ളതാകപ്പാടെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഹോട്ട് സ്പ്രിങ്ങിലേക്ക് അല്ലെ, ഈ ഇമൗസ് എന്നുള്ള ഈ സിറ്റിയിലേക്ക് പോവുക, അല്ലെ ഈ വില്ലേജിലേക്ക് പോവുക, എന്ന് വെച്ചാൽ ലോകത്തിലേക്ക് പോവുക. കാരണം ഇനി പ്രതീക്ഷയില്ല. പീറ്റർ ചെയ്തപോലെ അല്ലെ, യേശുക്രിസ്തുവിനെ കണ്ടതിന് ശേഷം പീറ്റർ പിന്നെ വലയിടാൻ പോയി എന്ന് പറഞ്ഞല്ലോ, മീൻ പിടിക്കാൻ പോയി എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് ഇവിടെ ഇവര് എടുത്തിരിക്കുകയാണ്. പക്ഷെ അപ്പൊ യേശുക്രിസ്തു അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികൾ. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നത് വിശ്വസിക്കാതിരിക്കുന്ന വ്യക്തികളെ ദൈവം വിളിക്കുന്ന പേര് ഇങ്ങനെയാ, മന്ദബുദ്ധികൾ അല്ലെ. പ്രവാചകന്മാർ പറയുന്നതെല്ലാം വിശ്വസിക്കാതെ ഇരിക്കുന്ന മന്ദബുദ്ധികൾ. ഇപ്പൊ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത്, ദൈവം പറഞ്ഞിരിക്കുന്ന വചനം മനസ്സിലാക്കുന്നവരും എന്താ പറയുക, വിശ്വസിക്കുന്ന വ്യക്തികളായിരിക്കണം. മനസ്സിലായില്ലെങ്കിലും വിശ്വസിക്കുന്ന വ്യക്തികളായിരിക്കണം. അങ്ങനെയുള്ളവരാണ് നമ്മൾ ബുദ്ധിഹീനരായിരിക്കത്തില്ല. 26ാമത്തെ വാക്കോട്ട്, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശെ തുടങ്ങിയ സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തു വഴിയും തന്നെ കുറിച്ചുള്ളത് അവന് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പൊ ക്രിസ്തു തന്റെ കഷ്ടം അനുഭവിക്കുന്ന വഴി മഹത്വത്തിലേക്ക് കടക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ക്രിസ്തു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക തന്റെ മഹത്വത്തിലേക്ക് കടക്കുന്നതിനുള്ള റൂട്ട്, ആ രീതി എങ്ങനെയാന്നുള്ളത്. കഷ്ടം അനുഭവിച്ചു, സഫറിങ് കൂടെ കടന്നു പോയിക്കൊണ്ടാണ് മഹത്വത്തിലേക്ക് എൻട്രി ചെയ്യുന്നത്. തനിക്കുണ്ടായിരുന്ന മഹത്വം ഈ ലോകത്തിലേക്ക് വരുമ്പോൾ അത് സ്വർഗത്തിൽ വേണ്ടെന്ന് വെച്ചിട്ട് വന്ന ദൈവം യേശുക്രിസ്തു, മനുഷ്യ രൂപത്തിലേക്ക് വന്ന യേശുക്രിസ്തു തനിക്കുള്ള മഹത്വം ഇനി വീണ്ടെടുക്കുന്നത് സഫറിങ് വഴിയാണ്, തന്റെ കഷ്ടപ്പാട് വഴിയാണ് അല്ലെ. അപ്പോ ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം മഹത്വം കൊടുക്കുന്നത് സഫറിങ് വഴിയാണ്. സഫർ ചെയ്യപ്പെടുന്നവര്, കഷ്ടപ്പെടുന്ന ആൾക്കാർ മഹത്വം ഇല്ലാത്ത വ്യക്തികളാണ് എന്നാണ് ലോകം കണക്കൂട്ടുന്നത്. ഒന്നിനും കൊള്ളാത്ത, വീണു പോയിരിക്കുന്ന, ഒരു കാര്യവുമില്ലാത്ത കുറെ വ്യക്തികൾ. അവർക്ക് കൂട്ടായിട്ട് ആരും കാണത്തില്ല. പാവപ്പെട്ടവരാണെങ്കിൽ പ്രത്യേകിച്ച് ആരും കൂടെ കാണത്തില്ല. പക്ഷേ യേശുവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ സഹനമാണ് തന്നെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകും. തന്റെ സഹനമാണ് തന്റെ മഹത്വത്തിലേക്കുള്ള വഴി അല്ലെ എന്ന് ഇവിടെ പറഞ്ഞിരിക്കും. ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതല്ല വഴി. ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറെ പണം ഉണ്ടൊക്കെ പദവി ഉണ്ടെങ്കിൽ നമ്മൾ മഹത്വപ്പെട്ടിരിക്കുന്നവരാണ്. അത് തന്നെയാണല്ലോ പിശാച് യേശുവിനോടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ശ്രമിച്ചല്ല. നീ എന്നെ വർഷിപ്പ് ചെയ്യുവാണെങ്കിൽ, നീ എന്റെ മുമ്പിൽ മുട്ടുകുത്തുവാണെങ്കിൽ ഞാൻ നിനക്ക് മഹത്വം തരാം അല്ലെ. നീ എന്നെ വർഷിപ്പ് ചെയ്യുവാണെങ്കിൽ നിനക്ക് ഞാൻ മഹത്വം തരാം എന്നാണ് യേശുവിനോട് പിശാച് പറഞ്ഞ കാര്യം അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു മഹത്വത്തെ പറ്റിയാണ് പിശാച് ഉദ്ദേശിച്ചിരിക്കുന്നത്. ലോകം അങ്ങനത്തെ പറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ യേശു അവർക്ക് തന്നെ പറ്റിയുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. മോസസിൽ നിന്നും, അതായത് ലോയിൽ നിന്നും, അല്ല മോസസ് എന്ന് പറയുമ്പോൾ ലോയിൽ നിന്നും എന്താ പറയണ, പിന്നെ ഈ പ്രോഫറ്റുമാരിൽ നിന്നും സാംസിൽ നിന്നല്ലേ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു അല്ലെ. യേശു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വിചാരിക്കണം. പിന്നെ 29ാമത്തെ വാക്ക്, അവനോ തങ്ങളുടെ കൂടെ 28ാമത്തെ വാക്ക്, അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്ക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കൊണ്ടിരുന്നില്ലയോ എന്നവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ്
എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ ശീമോന് പ്രത്യക്ഷമായി എന്ന് ഉയർത്തെഴുന്നേറ്റു ശീമോന് പ്രത്യക്ഷമായി എന്ന് ഇരുന്നു പറയുന്ന 11 വരെയും കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചത് അവൻ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്ക് അറിവായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. അപ്പോൾ യേശു അവരോട് ഈ 2 ശിഷ്യന്മാരോട് പ്രവാചകന്മാരിൽ നിന്നും എന്താ പറയുന്നേ പിന്നെ മോസസിൽ നിന്നും സാംസണിൽ നിന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവർക്ക് പോകാനുള്ള വില്ലേജ് വന്നപ്പോഴേക്കും യേശു അവരോട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പൊക്കോളും, ഞാൻ മുമ്പോട്ട് പോവുകയാണ്, അല്ലെ, ഐ എം ഗോയിങ് ഓൺ മൈ വേ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയല്ല, ഇന്ന് ഞങ്ങളുടെ കൂടെ താമസിച്ചിട്ട് പോകും, കാരണം ഇന്ന് രാത്രിയാവണം, ഇരുട്ടാവണം, അല്ലെ, ഇനി പുറത്ത് അത് ഇനി സഞ്ചരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പൊ നമുക്കറിയാം യേശുക്രിസ്തു ഇതാണ് യേശുവിന്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം, അല്ലെ. ആ ശിഷ്യന്മാര് അന്ന് പടകിലുണ്ടായിരുന്നപ്പോൾ കാറ്റും കോളുമായിട്ട് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ പടകിനെ മറികടന്ന് പോകാൻ ശ്രമിച്ചു. കാര്യം എന്താന്ന് വെച്ചാൽ ഇവരെ ഒന്ന് വിളിക്കണം, അല്ലെ. അതാണ് യേശുവിന്റെ ആഗ്രഹം. നമ്മുടെ ഹൃദയത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് കൊട്ടുന്നവനാണ് യേശു ക്രിസ്തു. നമുക്കറിയാം റെവലേഷൻ വെളിപാടിന്റെ 3 എഴുതി വെച്ചിരിക്കുക, നമ്മൾ തുറന്നു കഴിഞ്ഞാൽ, നമ്മൾ അകത്തു നിന്ന് തുറന്നു കഴിഞ്ഞാൽ അവൻ നമ്മുടെ ഉള്ളിൽ വരികയും നമ്മുടെ ഒപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് വരും, നമ്മുടെ ഒപ്പം ഭക്ഷണം കഴിക്കുകയും ഡിന്നർ കഴിക്കുകയും ചെയ്യും. അല്ലാതെ നമ്മൾ തുറക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അവൻ ചവിട്ടിപ്പൊളിച്ച് വരുത്തല. പക്ഷെ പിശാച് അങ്ങനെയല്ല, ചവിട്ടിപ്പൊളിച്ച് വരിക തന്നെ ചെയ്യും. നമ്മൾ തുറന്നു കൊടുക്കേണ്ട കാര്യമില്ല, അവൻ എങ്ങനെയെങ്കിലും നുഴഞ്ഞ് അകത്ത് കേൾക്കും. പക്ഷെ യേശു അങ്ങനെയല്ല, യേശു ജെന്റൽമാൻ ആണ്, അല്ലെ. വിളിക്കണം, ഇൻവൈറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എന്താ പറയുന്നത് വരത്തുള്ളൂ. അപ്പോ ഇവരെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ യേശു അവരുടെ കൂടെ സ്റ്റേ ചെയ്യാം എന്ന് തീരുമാനമെടുക്കുന്നു. അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അപ്പം കൈകൊണ്ടെടുത്ത് മുറുക്കുകയും നന്ദി പറഞ്ഞുകൊണ്ട് അത് കഴിക്കുമ്പോൾ അനുഗ്രഹിച്ചു മുറുക്കി അവർക്ക് കൊടുത്തപ്പോൾ അവരെ കണ്ണുകൾ തുറക്കുന്നു. അവർ കണ്ണുകൾ കഴിഞ്ഞപ്പോഴേക്കും തന്നെ യേശുക്രിസ്തു അവർക്ക് അപ്രത്യക്ഷനാവുന്നു. അവർക്ക് മനസ്സിലാവുന്നു തങ്ങള് പോയ വഴി അത് ശരിയല്ല എന്നുള്ള കാര്യം മനസ്സിലാവുകയും അവർ തിരിച്ച് ജെറുസലേമിലേക്ക് വരികയും ചെയ്യുന്നു. അവിടെ ചെന്നിട്ട് യേശുവിന്റെ ശിഷ്യന്മാരോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. തങ്ങൾക്കുണ്ടായ അനുഭവം, അല്ലെ, ഈമോസിലേക്ക് പോയി തങ്ങൾക്കുണ്ടായ അനുഭവത്തെ പറ്റി അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോഴേക്കും സൈമൺ പീറ്ററിനും ഓൾറെഡി എന്താ പറയുക യേശു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇവരിങ്ങനെ പറയുവാണ്, അവൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. എന്താ പറയുക 37ാമത്തെ വാക്യം പറയാം, അവൻ വഴിയിൽ നമ്മളോട് സംസാരിച്ചു തിരുവഴുത്ത് തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് പറയുന്നത്. അപ്പൊ യേശുക്രിസ്തു തിരുവഴുത്ത് നമുക്ക് തെളിയിച്ചു തരുമ്പോ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോ അവൻ ഹി ഓപ്പൺ ദ വേർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്, വേർഡ് ഓപ്പൺ ചെയ്തു. അപ്പൊ വേർഡ് ഓപ്പൺ ചെയ്യുന്നവൻ തെളിയിച്ചു തരുന്നവൻ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ സ്പിരിറ്റ് ആണ് ഹോളി സ്പിരിറ്റ് ഗോഡ്. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് തെളിയിച്ചു തരണം, ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം, യേശു ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി നമുക്ക് തെളിയിച്ചു തരണം. നമുക്ക് തെളിയിച്ചു തന്നെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കത്തുള്ളൂ. യേശു ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ബൈബിൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ല മുസ്ലിങ്ങൾ പറയുന്ന പോലെ ഇത് യേശു അല്ല, യേശു ദൈവമല്ല, ഞങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് വെച്ചുകൊണ്ടിരുന്നത് നടക്കുന്ന കാര്യമല്ല. ഹോളി സ്പിരിറ്റ് ഗോഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നില്ലെങ്കിൽ നമുക്കത് മനസ്സിലാകത്തില്ല, ബൈബിൾ മനസ്സിലാകത്തില്ല. എൻക്രിപ്റ്റഡാ വേർഡ്, ദൈവത്തിന്റെ വേർഡ്. അത് മനസ്സിലാക്കണം, അതിന് ഒരുപാട് ആഴങ്ങളുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ മക്കൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത്, നമ്മൾക്ക് ദൈവത്തിന്റെ മക്കൾക്ക് യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തവർക്ക് ഇത് മനസ്സിലാക്കാനുള്ള എന്താ പറയാ ഗിഫ്റ്റ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് കൃപ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെ. പക്ഷെ പുറത്തുള്ളവർക്ക് അത് സംബന്ധിച്ചിട്ട് അങ്ങനെയല്ല, അത് അവരുടെ കണ്ണിൽ നിന്ന് മറിഞ്ഞിരിക്കുക, എൻക്രിപ്റ്റഡ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വചനം. അപ്പൊ അങ്ങനെയുള്ള വചനം എടുത്തിട്ട് അത് ഞങ്ങൾക്കറിയാം യേശുക്രിസ്തു ദൈവമല്ല, ദൈവത്തെ എഴുതി വെച്ചിരിക്കുന്നത് മൊത്തം തെറ്റാ, ഖുറാൻ പറയുന്നത് ബൈബിള് തെറ്റാന്നും കറപ്ഷൻ ആണെന്നും എന്താ ഒരുപാട് തെറ്റുകൾ ബൈബിളിന്റെ അകത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഓപ്പൺ ചെയ്ത് തരേണ്ടവനും അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടവനും യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതിൽ നിങ്ങൾക്കൊന്നും അറിയത്തില്ല എന്ന് ചുരുക്കം, അല്ലെ. മുസ്ലിം ഫ്രണ്ട്സിനോടാണ് പറയുന്നത്, അവർക്കൊന്നും ഒരു കാര്യം അവർക്ക് അറിയത്തില്ല എന്ന് ചുരുക്കം. എന്നെ ഇവർക്ക് യേശുക്രിസ്തു വചനം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയം തീ പോലെ കത്തുകയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിലും തീ പോലെ നമ്മുടെ ഓൾട്ടർ, അല്ലെ, നമ്മളുടെ ആ ബലിക്കല്ല് ആയിരിക്കും നമ്മുടെ ഹൃദയം, അതവിടെ തീ ഉണ്ടായിരിക്കണം എന്ന ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നു, അല്ലെ. ലേവ്യ പുസ്തകത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം, നമ്മുടെ ഉള്ളില് തീ ഉണ്ടായിരിക്കണം, നമ്മുടെ ഓൾട്ടറിലെ തീ ഒരിക്കൽ പോലും കെട്ടുപോകരുത്. അപ്പൊ അതിന് എങ്ങനെ കെട്ടുപോകാതിരിക്കാൻ പറ്റും?
യേശു ക്രിസ്തു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ദൈവത്തിന്റെ വചനം ദൈവം എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ, ദൈവത്തിന്റെ റെവലേഷൻസ് നമുക്ക് തരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ തീ കെട്ടുപോകത്തില്ല ഒരു കാരണവശാലും. പിന്നെ അവൻ ഭക്ഷണത്തിന് ഇരുന്നിട്ട് അവർക്ക് അപ്പം എടുത്ത് അനുഗ്രഹിച്ചത് നുറുക്കി അവരെ കൈ കൊടുത്തപ്പോഴേക്കും അവർ കഴിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ ഓപ്പൺ ചെയ്തു, അവരുടെ കണ്ണിന് കാഴ്ചിടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്പിരിച്വൽ കണ്ണുകൾ തുറക്കുന്നു, അല്ലെ? അങ്ങനെ അവർ സ്പിരിച്വൽ കണ്ണു തുറന്നു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പറയാൻ എന്താ ഉദ്ദേശിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, യേശുവിന്റെ ഒപ്പം ഇരിക്കുമ്പോൾ, യേശുവിന്റെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യുന്ന, യേശുവിന്റെ ഒപ്പം നടക്കുമ്പോൾ, യേശുവിൽ നിന്നും വചനം മനസ്സിലായി കഴിയുമ്പോൾ, അല്ലെ? അവന്റെ അപ്പം മുറുക്കി കഴിയുമ്പോൾ, അവന്റെ ശരീരമാകുന്ന അപ്പം മുറുക്കി കഴിയുമ്പോൾ, ഫെലോഷിപ്പിൽ വരുമ്പോഴേക്കും നമ്മൾ അവനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ, അവിടെയാണ് നമ്മുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നത്. അവിടെയാണ് നമ്മുടെ സ്പിരിച്വൽ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നത്. അതുവരെ നമുക്ക് സ്പിരിച്വൽ കണ്ണിന് ഒരു കാഴ്ചയും ഉണ്ടായിരിക്കത്തില്ല, അല്ലെ? അതുകൊണ്ട് തന്നെ ഈ വ്യക്തി അവർക്ക് കാഴ്ച തിരിച്ചു കിട്ടിയപ്പോൾ, അവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, കാഴ്ച കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കും, അല്ലെ? അപ്പൊ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? അതേ രാത്രി തന്നെ, ഒരു രാത്രി പോലും അവിടെ താമസിക്കുക, ഈമോസില് അവർ താമസിക്കാതെ അതേപോലത്തെ പോയതിനേക്കാളും സ്പീഡിൽ അവർ തിരിച്ച് ജെറുസലേമിലേക്ക് വരിക. അപ്പൊ ഒരു ടച്ച്, ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ടച്ചും മതിയാവും, അല്ലെ? അവര് എന്താ പറയുക, നമ്മൾ ആണെങ്കിൽ പോലും ആ പോയ പോക്കുന്നത് തിരിച്ച് ദൈവത്തിലേക്ക് വരുന്നതിന് വേണ്ടി, അല്ലെ? ഇവര് ഈ ഒറ്റ ടച്ചിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഇവര് പോയിക്കൊണ്ടിരുന്ന ഈ ലോകത്തിലേക്കാണ്, എമൗസ് അല്ലെ എന്ന് പറയുന്ന ആ ഒരു വില്ലേജിലേക്ക്, അവര് ഹോട്ട് സ്പ്രിങ്ങിലേക്ക്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലോകത്തിലേക്ക് അവർ നടന്നെടുത്തുകൊണ്ടിരുന്ന വ്യക്തികൾ യേശുവിന്റെ ഒരു ടച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ, അവനെ ബുക്കൊന്ന് തുറക്കാൻ താല്പര്യം കാണിച്ചപ്പോൾ, യേശുവിന്റെ ഒരു ടച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ അതേ രാത്രി തന്നെ തിരിച്ച് അവർ ജെറുസലേമിലേക്ക് വരിക. അപ്പൊ യേശുവിലേക്ക് തിരിച്ചു വരണമെങ്കിൽ, അല്ലെ, നമുക്ക് ദൈവത്തിൽ നിന്നൊരു ടച്ച് കിട്ടണം. യേശുവിലേക്ക് തിരിച്ചു വരേണ്ടവരാണ് നമ്മൾ, അല്ലെ? എവിടെയൊക്കെയോ ആയി പോയിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഒരുപക്ഷെ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കാം, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാല് തങ്ങളുടെ പ്രശ്നത്തിന്റെ കാഠിന്യം കാരണം ഒരുപക്ഷെ അവര് യേശുവിനെ വേണ്ടെന്ന് വെച്ച് പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെ? പക്ഷെ അവർക്ക് ഒരു ടച്ച്, ദൈവത്തിൽ നിന്ന് ഒരു ടച്ചിന്റെ ആവശ്യം മാത്രമുള്ളൂ. അത് ആ ടച്ച് തരാൻ ദൈവം തയ്യാറുമാണ് തന്നെ, അല്ലെ? ആരിൽ നിന്നും ഒന്നും തന്നെ മറച്ചു വെക്കത്തില്ല ദൈവം. മനുഷ്യരെ റെസ്പെക്ട് അല്ല ദൈവം, അല്ലെ? ഒരു സ്പെഷ്യാലിറ്റിയിൽ ഒരു വ്യക്തിക്ക് പോലും, മോസസിനും ഉണ്ടായിരുന്നില്ല, ജോസഫിനും ഉണ്ടായിരുന്നില്ല ദൈവത്തിന്റെ കണ്ണിൽ, അല്ലെ? യേശു ക്രിസ്തുവിനെ എല്ലാവരും വസ്ത്രം പോലെ ധരിച്ചിരിക്കുന്ന വ്യക്തികളാണ്. നമ്മളെല്ലാവരും ഒരുപോലെയാണ് ദൈവത്തിന്റെ കണ്ണിൽ. അപ്പൊ നമുക്ക് എന്താ പറയണേ, നമ്മുടെ കണ്ണ് തുറക്കണമെങ്കിലും യേശുവിനെ മനസ്സിലാക്കണമെങ്കിൽ അവന്റെ കൃപ കൂടി പറ്റും. അവൻ ടച്ച് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, നമ്മൾ അവനുമായിട്ട് ഫെലോഷിപ്പിലാവണം. നമ്മൾ അവനുമായിട്ട് എന്താ പറയുക, ഒരു ജീവിതം, നമ്മുടെ ജീവിതം യേശുവിലായിരിക്കും ജീവിതമായിരിക്കണം. എന്താ പറയുക, ഒരുമിച്ചിരിക്കുകയും പ്രാർത്ഥിക്കുകയും, അല്ലെ, അവനിലായിരിക്കുന്ന ഒരു ജീവിതം, അല്ലെ? നമ്മൾ എത്രമാത്രം ദൈവത്തിൽ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുക, അതിനേക്കാളൊക്കെ വളരെയധികം യേശുക്രിസ്തു അവന്റെ ഒപ്പമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾക്ക് ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ സമയവും ഒരു പ്രാർത്ഥനാ റൂമും, അല്ലെ, നമുക്ക് തനിച്ച് യേശുവിന്റെ ഒപ്പമായിരിക്കാനും പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യം അതുണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ അവന്റെ ഒപ്പമായിരിക്കുമ്പോൾ, അല്ലെ, അവന്റെ വചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ കണ്ണുകൾ തുറക്കും, യേശുവിന്റെ ഒപ്പമായിരിക്കാൻ സാധിക്കും. നമുക്ക് ബുദ്ധിയും വിജ്ഞാനവും ഒക്കെ ഉണ്ടാവും, അല്ലെ? അപ്പോ ദൂരത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ തിരിച്ചു വരിക തന്നെ ചെയ്യും, അല്ലെ? അവൻ എക്സ്പ്ലെയിൻ ചെയ്യണം. ബുക്ക് ഓപ്പൺ ചെയ്യാൻ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ അവകാശവും അധികാരവും, അല്ലെ, വേർത്തും ഉള്ളത്, അല്ലെ, പ്യൂരിറ്റി ഉള്ളത്. അയാളുടെ പേരാണ് യേശു ക്രിസ്തു, അല്ലെ? അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, യേശു ക്രിസ്തു തന്നെ ബുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് പറഞ്ഞു തരട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കൽ പോലും മനസ്സിലാവുന്നില്ല. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം നമുക്ക് സംസാരിക്കാം. ഒരു ടച്ച് പ്രാർത്ഥിച്ച ശേഷം നമുക്ക് നിർത്താം. ഒരു ടച്ച്, യേശുവിൽ നിന്ന് ഒരു ടച്ച് മാത്രം മതിയാവും. ഒരു ഫീലിംഗ്, ഒരു വേർഡ്, അല്ലെ, ഒരു സംസാരം, അത് മാത്രം മതിയാവും. അതിനായിട്ട് നമുക്ക് ചോദിക്കാം, ദൈവമേ എന്നെ ഒന്ന് ടച്ച് ചെയ്യണമേ, എന്നോടൊന്ന് സംസാരിക്കണം, അങ്ങയുടെ വചനം എനിക്ക് മനസ്സിലാക്കി തരണമേ, അങ്ങ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തേ കർത്താവേ, ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരണേ, എനിക്ക് റെവലേഷൻസ് കിട്ടണേ എന്ന് നമുക്ക് ദൈവത്തോട് ചോദിക്കാം. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള പോകുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്ത് നന്ദി പറഞ്ഞു കർത്താവേ. താങ്ക് യു ജീസസ് മോസ്റ്റ് ഓഫ് ഫാദർ. എന്ന് ഞങ്ങളോട് ചോദിക്കോ കർത്താവേ, അങ്ങോട്ട് ചോദിക്കോ, ഞങ്ങൾക്ക് റെവലേഷൻസ് തരണേ കർത്താവേ, അങ്ങനെ വളരാൻ സാധിക്കണേ കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ് ഓൾമൈറ്റി, അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കാൻ കൃപ തരണേ കർത്താവേ. താങ്ക് യു, പ്രൈസ് യു, മസ്റ്റ് വർഷിപ്പ് യു. യേശു നാമത്തിൽ അങ്ങയുടെ വചനം മാത്രമായിട്ടുണ്ട് ഞങ്ങളുടെ റിയാലിറ്റി. യേശു നാമത്തിൽ ആമേൻ. ഏട്ടൻ നിന്ന് ദൈവത്താഴ്ച മഹത്വം ഉണ്ടാകട്ടെ.